ഇന്ന് നമുക്ക് സോഫ്റ്റായ ഇഡ്ഡലി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. ചുട്ട് ശരിയാവാത്തവർക്ക് ഇവിടെ എപ്പോഴും നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ് ഉണ്ടാക്കാറ്. അത് ചിലപ്പോൾ റേഷൻ്റെ പുഴുങ്ങലരിയും പച്ചരി എടുക്കും, അല്ലാത്തപ്പോൾ പൊന്നിയരി എടുക്കും. എങ്ങനെയായാലും വളരെ നല്ല ഇഡ്ഡലിയാണ് ഞാൻ ഉണ്ടാക്കാറ്. അതിൻ്റെ അളവൊന്ന് പറഞ്ഞു തരാം. ഇതിലേക്കായി ഇതിപ്പോൾ എടുക്കുന്നത് പൊന്നിയരിയാണ്. 1 ഗ്ലാസ് പൊന്നിയരിക്ക് 1 ഗ്ലാസ് പച്ചരി, അതും റേഷൻ്റെ അരി ഏതായാലും കുഴപ്പമില്ല. അങ്ങനെയാണ് എടുക്കാറ്. 1 1/2 എന്നുള്ള കണക്കൊന്ന് ചിന്തിച്ച് വെച്ചാൽ മതി. 1/2 ഗ്ലാസ് ഉഴുന്നിൻ്റെ ബോൾസാണ് എപ്പോഴും എടുക്കേണ്ടത്. അതിൻ്റെ ഉഴുന്ന പരിപ്പ് കഴിയുന്നതും ഒഴിവാക്കുക, എങ്കിലാണ് കൂടുതൽ നന്നാവുക. അങ്ങനെ അരി കഴുകി ഒരു 4 മണിക്കൂർ മുന്നേ കുതിർത്ത് വെക്കും. ഉഴുന്ന് രാവിലെ കുതിർത്ത് കഴുകി ഫ്രിഡ്ജിൽ വയ്ക്കാം. എപ്പോഴും ഐസ് വാട്ടർ ഇട്ടിട്ട് അല്ലെങ്കിൽ ഐസ് ക്യൂബ് ഇട്ടിട്ട് അരക്കാൻ നോക്കുക. ഉഴുന്നായാലും അരിയായാലും കൂടുതൽ ചൂടാവാതെ, അരി അരക്കുമ്പോൾ കൂടുതൽ ചൂടാവാതെ നല്ല ഇഡ്ഡലിയും ദോശയും ആയി കിട്ടും. ചൂടായിക്കഴിഞ്ഞാൽ അത് അധികം ചിലപ്പോൾ പുളിച്ചു പോകും. ഇനി ഇത് ഇഡ്ഡലി റൈസ് കൊണ്ട് ഇഡ്ഡലിക്ക് പൊതിർക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. എനിക്ക് ആദ്യമൊന്നും അറിയില്ലായിരുന്നു, ഒട്ടും ശരിയാവാറില്ലായിരുന്നു ഇഡ്ഡലി റൈസ്. കാരണം അതിൻ്റെ കൂടെ ഞാൻ പച്ചരിയും ചേർക്കുമായിരുന്നു. പക്ഷേ പച്ചരിയൊന്നും വേണ്ട, ഇഡ്ഡലി റൈസ് എടുക്കുമ്പോൾ വെറും ഇഡ്ഡലി റൈസ് മാത്രം. ഇതിപ്പോൾ ഒരു 3 ഗ്ലാസ് നിറച്ചും എടുക്കാത്തത് അത് അധികമാവാത്തത് കൊണ്ടാണ്. അധികമായി പോകും. നമുക്ക് 1 ഗ്ലാസ് കണക്കാണ്, അതൊന്ന് വിചാരിച്ചാൽ മതി. ഇപ്പോൾ 3 ഗ്ലാസ് വെറും ഇഡ്ഡലി റൈസിന് 1/2 ഗ്ലാസ് ബോൾസ്, ഉഴുന്നിൻ്റെ ബോൾസ്, അതാണ് എടുക്കേണ്ടത്. അതും ഇതേപോലെ തന്നെ ഉഴുന്ന് കഴുകി ഫ്രിഡ്ജിൽ വെച്ച് അരി ഒരു 4 മണിക്കൂർ മുന്നേ കുതിർത്ത് വെക്കാം. എന്നിട്ട് നന്നായി ആദ്യം ഉഴുന്നരച്ച് ശേഷം എല്ലാം നന്നായി അരക്കണം. ഒന്നും തരിതരിപ്പായിട്ടൊന്നും അരിയൊന്നും അരക്കേണ്ട. നന്നായി അരച്ചതിന് ശേഷം കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്യുക. തലേന്ന് രാത്രി ഇത് പെണ്ണ് രാവിലത്തെ ഇളം തണുപ്പുള്ളതുകൊണ്ട് അടുപ്പിൽ ചോറ് വെച്ചിട്ടുണ്ട്. അത് ചൂട് കാഞ്ഞ് ഉറങ്ങുകയാണ് അവൾ. ഭക്ഷണമൊന്നും ഉണ്ടാക്കണ്ടല്ലോ നമ്മളെപ്പോലെ. കൈ കൊണ്ട് നന്നായി കുഴക്കണം. ഇഡ്ഡലിക്ക് അരച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഞാൻ സാധാരണ വൈകുന്നേരമല്ല അരക്കാറ്. ഒരു 7 മണി 8 മണി 9 മണി ഒക്കെ അരക്കും. പിറ്റേന്ന് രാവിലത്തേക്ക് ഇതൊക്കെ രാത്രി 9 മണിക്ക് അരച്ച് വെച്ചതാണ്. ഒരിക്കലും ഇവിടുത്തെ മാവ് പുളിച്ച് പൊങ്ങില്ല, പുളിപ്പേ ഉണ്ടാവില്ല. നല്ല ഇഡ്ഡലിയുടെ മണം മാത്രം ഉണ്ടാകും. ഇതിലൽപ്പം ഉപ്പ് ചേർക്കണം. പിന്നെ കൈ കൊണ്ട് തലേന്ന് നമ്മൾ അരച്ച് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റെങ്കിലും കൈ കൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്യാൻ ശ്രമിക്കുക. എങ്കിലാണ് അത് പിറ്റേന്ന് നന്നായി പൊങ്ങി വരൂ. ഇതിൽ ഇഡ്ഡലിക്ക് ഒരല്പം വെള്ളം വേണം. കുറച്ച് കട്ടിയിലാണ് എപ്പോഴും അരക്കേണ്ടത്. നല്ല സ്മൂത്തായിട്ട് അരക്കണം കേട്ടോ. അരിയായാലും ഉഴുന്നായാലും തരിതരിപ്പായിട്ടൊന്നും അരക്കേണ്ട. പിന്നെ ഇത് രാവിലെ നമ്മൾ ഉപ്പ് ചേർത്തിളക്കുമ്പോൾ ഒരിക്കലും ശക്തിയിൽ വല്ലാതെ ഇളക്കി ഇതാക്കരുത്. അതിൻ്റെ എയർ ബബിൾസൊക്കെ ഉണ്ടാവുമല്ലോ, അത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇഡ്ഡലി സോഫ്റ്റ് ആവില്ല. ഇത് ആദ്യത്തെ ദിവസം ഇഡ്ഡലിയും പിന്നുള്ള ദിവസങ്ങളിൽ ദോശ, അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കാറ്. അപ്പോൾ സാവകാശം ഇളക്കണം. ആ ഉപ്പൊന്ന് ചേരാൻ മാത്രമേ ഇളക്കാവൂ. പിന്നെ ഇഡ്ഡലി തട്ടിൽ ദോശയൊക്കെ നമ്മൾ പരത്തുന്നതിന് മുന്നേ ചുടുന്നത് എപ്പോഴും എള്ളെണ്ണ എടുക്കുക. എള്ളെണ്ണ ആകുമ്പോൾ ഒരിക്കലും അത് പറ്റിപ്പിടിക്കില്ല. വെളിച്ചെണ്ണ എടുത്താൽ മിക്കവാറും പറ്റിപ്പിടിക്കുന്നത് കാണാറുണ്ട്. അതുകൊണ്ട് എപ്പോഴും എള്ളെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ എടുക്കാൻ ശ്രമിക്കുക. ഇനി ഇഡ്ഡലി ആയിക്കഴിഞ്ഞു നമുക്കതൊന്ന് എടുത്ത് നോക്കാം. ഇത് ചൂടോടെ എടുക്കണമെങ്കിൽ ഒരല്പം വെള്ളം മുകളിൽ തളിച്ചാൽ പെട്ടെന്ന് കിട്ടും. തീരെ നോർമലായി തണിഞ്ഞ് വരുമ്പോഴേക്ക് ഇഡ്ഡലിയുടെ മുകൾ ഭാഗമൊക്കെ ഒരല്പം റഫായി വരും. അതുകൊണ്ട് അതിന് ഇതാക്കേണ്ട. ഇഡ്ഡലി എടുത്തു കഴിഞ്ഞ് തട്ടിൽ നിന്ന് വെള്ളം കുടഞ്ഞാൽ നല്ല ചൂടോടെ തന്നെ നമുക്ക് ഇഡ്ഡലി അടർത്തിയെടുക്കാം. കൈ കൊണ്ട് എപ്പോഴും നന്നായി തലേന്ന് മിക്സ് ചെയ്യാൻ ശ്രമിക്കുക. പിറ്റേന്ന് ഒരുപാട് ഇളക്കരുത്. ഉപ്പിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ചുട്ടിട്ടിങ്ങനെ ശരിയാവാറില്ലെങ്കിൽ ഈ അളവ് വെച്ചൊന്ന് ചെയ്തു നോക്കൂ. എന്നിട്ട് അഭിപ്രായം എഴുതുമല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്.